കൂടോത്രം ചെയ്യുന്ന പരിപാടി. അല്ലാഹ്, ഇന്നിപ്പോ ഇഷ്ടം പോലെ ഉണ്ട്. സ്വന്തം സഹോദരൻ നശിച്ചു കാണാൻ വേണ്ടി കുടുംബങ്ങൾ തന്നെ, സഹോദരങ്ങൾ തന്നെ അങ്ങോട്ട് പാരവണി പല നിലയ്ക്ക്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ വീടിന്റെ അവിടെ ഒരു കുഴി തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു തവളക്കുഞ്ഞ്, അതിനകത്ത് വായിക്കാത്ത 2 മുട്ടയും വെച്ചോണ്ട് ചത്ത പല്ലിയൊക്കെ അതിനകത്ത് നിന്ന് കിട്ടുകയാണ്. പിന്നെ ആകെ വെപ്രാളായി, വാഴയ്ക്കകത്ത് നിന്ന് കിട്ടുകയാണ് പല ഐറ്റം, പല തകിടുകളും മുടിയിടകൾ കൊണ്ടുവന്ന് കെട്ടിയിട്ട്. സിഹർ വലിയ വിഷയമാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ടാണല്ലോ എപ്പോഴും ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എപ്പോഴും ഓതിയിട്ട് കയ്യിലിങ്ങനെ ഊതണം. ഇഷ്ഫീന ഊതുന്നതിന് അസ്ലുണ്ട്. അല്ലാതെ അഫൂന്ന് ഓതിയാ പല്ല് പറഞ്ഞ പുള്ളിയിരിക്കുന്നു. ഇഷ്ഫി, ഇഷ്ഫി നടത്തുന്ന നീ ഷിഫിയാക്കുന്ന ഇതിലൊക്കെ അസ്ലുണ്ട്. അങ്ങനെ ഊതിയിട്ട് തല മുതൽ ഇങ്ങനെ കാലുവരെ തടവി വിടണം. ഫുള്ള് വിരല് വരെ. ഉറങ്ങുന്നതിന് മുമ്പൊക്കെ അങ്ങനെ ചെയ്യണം. എന്തെങ്കിലും ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ വരുന്ന ആളുകൾ അവർ 5 വക്കത്ത് നിസ്കാരവും കഴിഞ്ഞ് ഔറാദുകളൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പ്, ആ മുസല്ലയിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. നല്ല നശാത്തത്ത്, എപ്പോഴും നല്ലൊരു ഉണർവുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോ പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചത് ഈ 2 സൂക്തങ്ങളാണ്. സൂറത്തുൽ ഫലഖും നാസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ആയത്തങ്ങോട് ഓതുമ്പോ മാഷാ അല്ലാഹ് പ്രവാചകർക്ക് നല്ല ഉന്മേഷം വീണ്ടെടുത്തു എന്ന് എല്ലാ തഫ്സീറുകളിലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയപ്പോ നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ് ഈ 2 സൂക്തങ്ങൾ, സൂറത്തുൽ ഫലഖ്, നാസ്. അതിനോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ് ഏറ്റവും ശ്രേഷ്ഠമാണല്ലോ. അപ്പൊ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹ്, ഖുൽ റബ്ബുൽ ഫലഖ്, നാസ് മുടങ്ങരുത്. രാവിലെ വൈകിട്ടും ഒക്കെ അങ്ങനെ ചെയ്താൽ തന്നെ നല്ല റാഹത്താ. പ്രായമൊന്നും ഒരു വിഷയമൊന്നുമില്ല. നല്ല ഒട്ടകാജിയെ പോലെ റാഹത്തായിട്ട് നടക്കാം. ഒരു കുഴപ്പവും ഉണ്ടാവും. നല്ല സെറ്റായിട്ട് നടക്കാം. ആരോഗ്യമൊക്കെ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മാരണം ചെയ്യുന്ന പരിപാടി അത് മുസ്ലിമിനെ ചേർന്നതല്ല, അത് അവന്റെ ഈമാൻ തെറ്റിപ്പോകും. സ്വന്തം സഹോദരങ്ങളെ, കുടുംബങ്ങളെ, ബന്ധുക്കളെ, നാട്ടുകാരെ, കൂട്ടുകാരെ, അയൽവാസികളെയൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടി ഇത്തരക്കാരായ ആളുകൾ ചെയ്യുന്നതാകുന്ന കൂടോത്രങ്ങൾ തീർച്ചയായും നിനക്കോ നിന്റെ കുടുംബത്തിൽപ്പെട്ടവർക്കോ നിന്റേതാകുന്ന ആശ്രിതർക്കോ നിന്റെ തലമുറകൾക്കോ അതിന്റെ ഭവിഷ്യത്ത് വന്നു ചേരാതെ ഒരാളും മരിക്കില്ല. അതിന്റെ ഭവിഷ്യത്ത് വന്നു ചേരും. അത് ദുനിയാവിൽ തന്നെ കിട്ടും പണി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. അത് ചെയ്തു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അവരുടെ പുറകെ ഒന്നും നമ്മൾ ഓടാൻ പാടില്ല. നമ്മൾ മോമിനീങ്ങളാണ്, ഈമാൻ നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വഖത്ലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കാത്തതാകുന്ന ആത്മാക്കളെ ഈ ലോകത്ത് നിന്ന് കൊന്നുകളയുന്നതായ ആളുകളില്ലേ, കൊലപാതകം നടത്തുന്നവരില്ലേ, അവർ ഏറ്റവും വലിയ വൻ പാപമാണ് ചെയ്യുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കൊലപാതകം വലിയ വിഷയമാണ്. കൊലപാതകം അപ്പൊ അധികരിച്ചു. എവിടെ നോക്കിയാലും രാഷ്ട്രീയപരമായി വല്ലാതെയൊക്കെ കൊലപാതകങ്ങൾ അധികരിച്ചു. അപ്പൊ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എത്ര പേരാണ് കൊന്നുകളത്? അവസാനം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പറഞ്ഞു, സാറൊന്ന് വിടുവാണെങ്കിൽ 2 പേരെ കൂടെ തീർക്കാനുണ്ട്, അരമണിക്കൂറിനുള്ളിൽ തീർത്തിട്ട് വരാം. അതാണ് അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതായത് മനഃപൂർവ്വം കൊന്നയാന്ന്, അതാ പറഞ്ഞതിന്റെ അർത്ഥം. 3 രീതിയിൽ കൊലപാതകം നടക്കും. ഒന്ന് അംദൻ, മനഃപൂർവ്വം നിലയ്ക്കും. രണ്ടാമത് ശിബുഹു അംദ്, മനഃപൂർവ്വം അല്ല, അതിനോട് സാദൃശ്യമായ നിലയ്ക്ക് നടക്കും. ഉദാഹരണത്തിന് ഭാര്യയുമായി വഴക്കിട്ടു, ഭാര്യയ്ക്കിട്ടൊരു ഒറ്റ അടി കൊടുത്തു. അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാര്യ ഒരു സാധനം വെച്ചടിച്ചു, പക്ഷെ മർമ്മത്തിട്ടാ കൊണ്ടത്. ചെയ്തത് അങ്ങോട്ട് കാര്യമായിട്ട് ചെയ്തതാ, പക്ഷെ മരിക്കുമെന്ന് കരുതിയില്ല. മനഃപൂർവ്വത്തോട് സാദൃശ്യമായ കൊലപാതകം. മൂന്നാമത്തത്, ഒരാൾ മുകളിൽ നിന്ന് താഴോട്ടിങ്ങോട്ട് മറിഞ്ഞു വീണു. താഴെ നിൽക്കുന്ന ഒരു കുഞ്ഞിന്റെ മേത്തോട്ടാണ് വീണത്. ആ കുഞ്ഞു മരിച്ചു. ഖത്ആണ്, പിഴവൻ നിലയ്ക്ക് സംഭവിച്ച, പിഴവായിട്ട് സംഭവിച്ചതാണ്. ഇങ്ങനെ 3 നിലയ്ക്ക് കൊലപാതകം നടക്കും. പക്ഷെ ഇപ്പൊ അൽഫാം വന്നത് എങ്ങനെയാ? അവൻ പരസ്യമായിട്ട് പറഞ്ഞത് നമ്മൾ തീർത്താന്ന്. അതുകൊണ്ടാണല്ലോ അവൻ വിഷം അടിച്ച് കഴുത്തൊക്കെ കെട്ടിക്കെട്ടൊക്കെ എങ്ങനെയെങ്കിലൊക്കെ തീരാൻ നോക്കണം. പക്ഷെ പടച്ചവൻ തീർക്കുന്നില്ല. കണ്ടില്ല? കാരണം എന്താ? അങ്ങനെയുള്ളവർ ഇച്ചിരി ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടവർ വെറുതെ ദുനിയാവിൽ നിന്ന് മരിക്കൂല. ഒരുപാട് ആളുകളെ ശാപം. ഈ വിവരം അറിഞ്ഞത് മുതൽ തിരുവനന്തപുരം ജില്ലയും മറ്റു പരിസരത്തുള്ള ജില്ലക്കാരും കേരളക്കാരും ഈ വിവരമൊക്കെ എത്തിയിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ഹൃദയം നൊന്തു. എത്ര ഉമ്മമാരുടെ പ്രയാസപ്പെടുന്ന ദുആ അവരുണ്ടാവും. ആലോചിച്ചു നോക്കുക. എല്ലാവരും മാനസികമായിട്ട് വളരെ പ്രയാസപ്പെടും. സ്വാഭാവികമല്ലേ, എല്ലാവരും ദുആ ചെയ്യുന്നു പോകും.
അങ്ങനെ ആരുടെയൊക്കെ ദുആഇന്റെ ഫലമായിരിക്കും ഈ കോലത്തിലൊക്കെ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഏതോ ആയിക്കോട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. മനുഷ്യനാണ്, സാഹചര്യങ്ങൾ കൊണ്ടും വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. വലിയ പാതകങ്ങൾ ചെയ്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും പുറത്തു നസീബാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അകാരണമായി അത്തരത്തിലുള്ള അള്ളാഹു കൊല്ലാൻ പാടില്ല എന്ന് നിഷിദ്ധമാക്കിയിട്ടുള്ള ജീവനുകളെ, ആത്മാക്കളെ കൊന്നുകളയുക എന്നുള്ളത് വൻ പാപത്തിന്റെ ലിസ്റ്റിൽപ്പെട്ടതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തീർന്നില്ല, നാലാമത്തത് 7 പാപങ്ങളാണ്. വാക്കിലൊരു പലിശയുമായി ബന്ധപ്പെട്ട ജീവിതമാണ്. പലിശ തിന്നൽ ഹറാമാണ്, നിഷിദ്ധമാണ്, വൻ പാപമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്ന് ഉമ്മത്തിൽ വല്ലാതെ കൂടി വരുന്ന വിഷയമാണ് പലിശ. ഒക്കെ പറയണമെങ്കിൽ ഒരു ദിവസം തന്നെ അതിനെ കുറിച്ച് തന്നെ വേണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. لا تأكلوا الربا أضعافا مضاعفة واتقوا الله لعلكم تفلحون. അടിക്കടി ഇരട്ടിക്കുന്നതാകുന്നതിലേക്കുള്ള ഈ പലിശയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. പലിശ തിന്നരുത്, അത് നിങ്ങളെ നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. യമഹഖുല്ലാഹു റിബാ വയുർബി സ്വദഖാത്ത്. പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നാശത്തിനാണ്. തകരാൻ അതിനേക്കാൾ വലിയ ബന്ധമില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. എത്ര ആളുകളാണ് പലിശ ഒരു വിഷയമില്ലാതായി മാറി. സ്വർണം കൊണ്ടുപോയി പണയത്തിന് കൊടുത്തിട്ട് ആ പണയക്കാശുമായിട്ട് ഉംറയ്ക്ക് പോകുന്ന ആളുകളുണ്ട്. എത്ര നിഷിദ്ധമായ പണിവാണിയാണ്. സ്വർണം കൊണ്ടേ പണയം വെക്കാന്നിട്ട് ആ പണയക്കാശായിട്ട് എങ്ങോട്ട് പോവാ? ഉംറയ്ക്ക് പോവാ. അസ്സലാമു അലൈക്കും. കാബയുടെ കില്ല പിടിക്കാൻ പോവാ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വിവരമില്ല, അറിവില്ല. അറിവുള്ളവരോട് ചോദിക്കൂ, അതുമില്ല. എല്ലാം എനിക്ക് അറിയാന്നുള്ള അർത്ഥത്തിൽ ഈ ഉമ്മത്ത് കാണിക്കുന്ന പരിപാടികളാണ്. ആരെ കൊണ്ടുപോയി സ്വർണം പണയം വെക്കാത്തത്? എത്ര ആളുകളാണ് ഇത്തരത്തിലുള്ളതാകുന്ന ചെയ്തികൾ ചെയ്യുന്നത് ഈ ഉമ്മത്തിൽ? നിഷിദ്ധമല്ലേ, ഹറാമല്ലേ? എവിടേക്കാണ് ഈ സമുദായം എത്തിപ്പെടുന്നത്? ആവശ്യത്തിന് പിന്നെ എന്ത് യൂസ്? ആ സ്വർണ്ണങ്ങ് വിൽക്കണം, അപ്പിന്നെ കുഴപ്പമില്ല. വിൽക്കൽ അനുവദനീയാണല്ലോ. വിറ്റിട്ട് ആ പൈസ അത് ഹലാലല്ലേ, എന്നിട്ട് കാര്യം നടക്കും. അത് ചെയ്യൂല. അത് പറ്റില്ല, നമ്മുടെ സ്വർണ്ണമാണ്, തിരിച്ചെടുക്കണം. എവിടെ തിരിച്ചെടുക്കും? ഇത് ഹറാമാണ്. ഈ പരിപാടി, ഈ പണയം വെച്ചിട്ട് ആ പൈസ വാങ്ങുന്ന പരിപാടി നിഷിദ്ധമാണ്. ഈ ഉമ്മത്ത് അത് ചെയ്യാണ്. നിരുപാധികം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അനാഥകളുടെ സമ്പത്ത് തിന്നൽ നിഷിദ്ധമാണ്. യതീംഖാനകൾ നടത്തുന്നവരെ, യതീമീങ്ങളെ പ്രയാസപ്പെടുത്തരുത്. അവരുടെ സമ്പത്ത് നിങ്ങൾ കൊള്ളയടിക്കരുത്. ഹറാമായ തോതിലാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത് എങ്കിൽ ആഖിറത്തിൽ വലിയ ശിക്ഷ നിങ്ങൾ കേൾക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. വൻ പാപമാണ്. തീർന്നില്ല. ആറാമതായി റസൂലുള്ള പഠിപ്പിക്കുകയാണ്, യുദ്ധത്തിന് വേണ്ടി സൈന്യത്തിന്റെ മുന്നിൽ നിലകൊള്ളുമ്പോ സൈന്യത്തിന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രവണത പാടില്ല. നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ആളുകൾ ഇതാ നിങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. ആ ആളുകളെ ഒറ്റക്കാക്കിയിട്ട് ഒളിച്ചോടുന്ന പ്രവണത, യുദ്ധമുഖത്ത് നിന്ന് തിരിഞ്ഞോടുന്ന പ്രവണത വൻ പാപമാണ്. തീർന്നില്ല. ഏഴാമത്തെ പാപമായി, വൻ പാപമായി അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വഖഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്. പതിവ്രതകളാകുന്ന, സൂക്ഷ്മതയുള്ളതാകുന്ന മുസ്ലിം സഹോദരിമാരെ കുറിച്ച് അനാവശ്യ വർത്തമാനങ്ങൾ പറയല്ലേ, അപവാദ പ്രചരണം നടത്തല്ലേ. രാത്രി സമയത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടി മഗ്‌രിബിന് സമയത്തൊന്ന് പുറത്തേക്ക് ഏതെങ്കിലും ഒരു കടയിലേക്ക് ഇറങ്ങുമ്പോ റോഡിലിരുന്നിട്ട് അവൾ ഇന്ന പണിയാണ് എന്ന് പറയുന്ന ശൈലി മുസ്ലിമിന് ചേർന്നതല്ല. വഖഫുൽ മുഹ്സിനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്.
മുസ്ലിം സഹോദരിമാരെ കുറിച്ച് അപവാദം പറയുന്ന പരിപാടി നിർത്തിക്കോണം. അള്ളാന്റെ റസൂലും പറയാം. അപ്പൊ അങ്ങനെയാണല്ലോ, നമ്മൾ അങ്ങനെയാണല്ലോ. റോഡിൽ ഇങ്ങനെ ഇരിക്കും, ഒരു പെണ്ണം കൂടെ പോകുമ്പോ അറിയത്തില്ലേ സംഭവം മറ്റേതാട്ടോ, കാണിച്ചെന്നാ മതി സംഭവം, കാശുണ്ടെങ്കിൽ ചെന്നാൽ റാഹത്തായിട്ട് കിട്ടും, നമുക്കറിയാം, എല്ലാം അറിയാം എന്ന് പറഞ്ഞ അപവാദം പറയാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് അങ്ങനെ കുറിച്ച് അപവാദം പറഞ്ഞാൽ സാക്ഷികളില്ലാതെ അത്തരത്തിലുള്ളതാകുന്ന പ്രവണതയുമായി നടക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ പഠിച്ചു വെച്ചോ, മുസ്ലിം സഹോദരിമാരെ കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങൾ നീ നടത്തിയാൽ വൻ പാപത്തിന്റെ ലിസ്റ്റിലേക്ക് നീ എത്തിപ്പെടും. അപ്പുറത്തേക്കൊന്നുമില്ല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വലിയ വിഷയമാണത്. അതുകൊണ്ട് നല്ലതുപോലെ മനസ്സിലാക്കിക്കോ. ഞാൻ തിരിച്ചു വരുന്നു. നമ്മൾക്ക് ബദർ മൗലിദ് അതുപോലെ തന്നെ മഹദറത്തുൽ ബദരിയ നടക്കുന്നതായ മജ്ലിസ് കൂടിയാണല്ലോ. അതുകൊണ്ട് അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. പറയാണ്ട് ഇഷ്ടം പോലെ, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ബദരീങ്ങൾ ആരാണ്? നിസ്സാരക്കാരല്ല. ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോ നമ്മുടെയൊക്കെ രക്തം പരിപൂർണമായി തിളച്ചു വരണം. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ധർമ്മസമരത്തിൽ രാപ്പകൽ അധ്വാനിച്ചതാകുന്ന മഹത്തുക്കളാകുന്ന വ്യക്തിത്വങ്ങളാണ് അസ്ഹാബുൽ ബദരീങ്ങൾ റളിയല്ലാഹു അൻഹും. ഉറക്കെ പറയൻ റളിയല്ലാഹു അൻഹു. അവരുടെ ക്യാപ്റ്റൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ അസ്ഹാബുൽ ബദരീങ്ങളെ ഏത് നിലയിലാണ് എണ്ണി കണക്കാക്കുന്നത്? ഏത് നിലയിലാണ് അവരെ നിങ്ങൾ കാണുന്നത്? فقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ അസ്ഹാബുൽ ബദരീങ്ങളെ കുറിച്ച് മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ജിബ്രീലേ, മിൻ അഫ്ളലിൽ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗമായിട്ടാണ് ഞങ്ങൾ അസ്ഹാബുൽ ബദരീങ്ങളെ കാണുന്നത്. ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജിബ്രീൽ എന്നോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ ഫകവാലിക മിമ്മൻ ശഹീദ ബദറ. അപ്രകാരം തന്നെയാണ് ബദറിൽ പങ്കെടുത്തതാകുന്ന മലക്കുകളെ കുറിച്ച് ഞങ്ങൾക്കുള്ള വാദവും അത് തന്നെയാണ് എന്ന് മഹത്തുക്കളാകുന്ന ബദരീങ്ങളെ കുറിച്ച് അതിൽ പങ്കെടുത്തതാകുന്ന മലായിക്കത്തുകളെ കുറിച്ച് മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. ബദറിൽ പങ്കെടുത്തു, ബദറിൽ മലക്കുകൾ ഇറങ്ങി 5000, അവർ കൊണ്ട് വാളുകൾ പിന്നിലായി ഒരു മുഴം. ബദറിൽ ഇറങ്ങിയതാകുന്ന മലക്കുകൾ മോമിനീങ്ങളാകുന്ന സ്വഹാബത്തെ കിറാമിന് എത്രത്തോളം ശ്രേഷ്ഠതയുണ്ടോ, ബദറിൽ പങ്കെടുത്തവർക്ക് മഹത്വമുണ്ടോ മോമിനീങ്ങളിൽ നിന്ന്, അതേപോലെ കോടാനുകൂടി മലായിക്കത്തുകളിൽ നിന്ന് വലിയ ശ്രേഷ്ഠത ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. എന്ന് പറഞ്ഞാൽ മോമിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിഭാഗമാണ് ആര്? അസ്ഹാബുൽ ബദരീങ്ങൾ. ഇത് ഹദീസാണ്, ഇത് ആർക്കും തള്ളിക്കളയാൻ പറ്റൂല. ഏതെങ്കിലും വിധത്തിന്റെ ആളുകൾ ടീമുകാർ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഇരിക്കാം നമുക്ക്. ഇതൊന്നും ഖുർആനില്ല, ഹദീസില്ല എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്ന വിഷയമല്ലല്ലോ, വാറവലുകൾ ഉന്നയിക്കുമല്ല. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാർ മനസ്സിലാക്കിക്കോ, നിങ്ങൾ പിടിച്ചിട്ടുള്ളത് യഥാർത്ഥമാകുന്ന പിടുത്തമാണ്. അസ്ഹാബുൽ ബദരീങ്ങൾ നമ്മുടെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവർ ഈമാൻ വരണം, യഖീൻ വരണം. കാരണം മുഅ്മിനീങ്ങൾ ഇനി പിടിക്കാൻ വേറെ ആരില്ല, ഏറ്റവും ശ്രേഷ്ഠരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ ക്യാപ്റ്റനാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളും അങ്ങനെ ബദറിൽ മുഅ്മിനീങ്ങളാകുന്ന സ്വഹാബത്തിനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാകുന്ന മലായിക്കത്തുകൾ, അവർ കോടാനുകോടി മലായിക്കത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ അവരാണ്. ഞങ്ങൾ അക്കൂട്ടരെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ആലോചിച്ചു നോക്ക്, ബദറിൽ ഇറങ്ങിയവർക്ക് അത്രയേറെ പവിത്രതയാണ്, മഹത്വമാണ്.
നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ടതാകുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, ബഹുമാനപ്പെട്ട മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. മൂന്നുപേരെയും വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണേ. മക്കയിലേക്കുള്ള വഴിയിൽ ഹാഖ് എന്ന് പറയുന്ന ഒരു തോട്ടത്തിൽ ഒരു വൃദ്ധ ഇരിപ്പുണ്ട്. അവരുടെ കൈവശം അതാ ഒരു കത്തുണ്ട്. ആ കത്ത് നിങ്ങൾ വാങ്ങിക്കൊണ്ട് വരണേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. മൂന്ന് പേരെയാണ് അതിന് ചുമതലപ്പെടുത്തുന്നത്. ഒന്ന് മരുമകനായ അലി റളിയല്ലാഹു അൻഹു, മിടുക്കനാണല്ലോ. രണ്ടാമത്തത് മഹാനാകുന്ന സുബൈർ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തത് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. ഈ മൂന്ന് പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോണം, മക്കത്തേക്കുള്ള വഴിയിൽ ഹാഖ് എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ആ തോട്ടത്തിൽ ആ സ്ത്രീ ഉണ്ടാവും, ഒരു പടുവൃത്തിയായ ഒരു പെണ്ണ് അവിടെ ഇരിപ്പുണ്ടാവും. ആ പെണ്ണിന്റെ കയ്യിൽ ഒരു കത്തുണ്ടാവും. ആ കത്ത് വാങ്ങിച്ചോണ്ട് വരണം. സയ്യിദുനാ റസൂലുള്ളാഹി, അദൃശ്യമറിയുന്ന പ്രവാചകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദൃശ്യമറിയുന്ന വ്യക്തിയാണ്. ആവശ്യാനുസരണം അദൃശ്യമറിയുന്ന വ്യക്തിയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹുവും സുബൈർ റളിയല്ലാഹു അൻഹു മിഖ്ദാദ് റളിയല്ലാഹു അൻഹു മൂവരും യാത്ര തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, തോട്ടത്തിലുള്ളവർ എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ തന്നെ പുലരുന്ന പ്രവചനം നടക്കുകയാണ്. ആ പടുവൃദ്ധ അവിടെ തന്നെയുണ്ട്. അലി റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് ആ കത്ത് ഒന്ന് തരുമോ? ആ കത്തിങ്ങോട്ട് എടുക്കും. അപ്പൊ തള്ള പറഞ്ഞ കത്തൊന്നും നമ്മുടെ കയ്യിലില്ല. ഏത് കത്ത്? കത്തും കുത്തൊന്നും നമ്മുടെ കയ്യിലില്ല. പെണ്ണ് കളവ് പറയാ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കളിതമാശയൊക്കെ അവിടെ നിൽക്കട്ടെ, കത്തിങ്ങെടുക്ക്. കാരണം ഇത് പറഞ്ഞു വിട്ടതാരാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണാകെ ഞെട്ടി. കാരണം കത്ത് ഒരു മനുഷ്യൻ പോലും കാണാതെ മുടിയിഴകിൽ ഒളിപ്പിച്ചു വെച്ച് രഹസ്യമായി മക്കയിലേക്ക് കൊണ്ടുപോവാൻ, കുഫാറിന്റെ അടുക്കലേക്ക് മദീനയിൽ നിന്നുള്ള ചില രഹസ്യ വിവരങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതവിടെ കൈമാറ്റം ചെയ്യാൻ, അതാണ് കൈയോടെ പിടികൂടുന്നത്. എങ്ങനെ ഇവരിവിടെ ഉണ്ടെന്നനുസരിച്ച് ഹബീബ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ട് വരികയാണ്. അലി റളിയല്ലാഹു അൻഹു അവസാനം അറ്റ കൈക്ക് പറഞ്ഞു, പെണ്ണെ മര്യാദയ്ക്ക് സാധനങ്ങൾ എടുക്കുക, ഇല്ലെങ്കിൽ തുണി അഴിച്ചിട്ടാണെങ്കിലും സംഭവം കൊണ്ടുപോകും എന്ന് പറഞ്ഞു. പേടിപ്പിച്ച്. അങ്ങനെ ചെയ്യാനല്ല, പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല. പഴയ കാലത്തെ പെണ്ണുങ്ങൾക്ക് അഭിമാനത്തിന് ഭയങ്കര ശതം വരുമെന്ന് പേടിയുള്ള, തുണി അഴിക്കുമെന്ന് വെക്കുമ്പോ പേടിയാ. ഇന്നത്തെ ആണെങ്കിൽ അഴിച്ചിട്ടെടുത്തോ അജിയാരെ എന്ന് പറഞ്ഞാൽ അല്ലാഹു മുളക്കാക്കണം. പണ്ടത്തെ അവർക്ക് പേടിയാണ്, തുണി അഴിക്കാന്ന് പറഞ്ഞ ആകെ പേടിയാണ്. ഇന്നിപ്പോ അഴിക്കാനൊന്നുമില്ല, ഓൾറെഡി അഴിച്ചിട്ടാ ഉള്ളത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഏതുമായിക്കോട്ടെ, ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഇവര് പേടിച്ച് ഹദീസിലുണ്ട്, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, ഈ പെണ്ണ് മുടിക്കെട്ടിൽ നിന്ന് വേഗം തന്നെ ഈ കത്തെടുത്ത് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, കത്ത് പൊട്ടിക്കാൻ പറ്റും, മറ്റൊരാൾക്കുള്ള കത്ത് അവിടെ നിന്ന് പൊട്ടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ കത്തുമായിട്ട് എങ്ങോട്ട് വേണ്ടി ഇതിന്റെ വിധങ്ങൾ പറഞ്ഞിട്ടുള്ള ഇത് കൊണ്ടുവരണം. നേരെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹളറത്തിന് ഹാളിറാക്കി. നബി പറഞ്ഞു, പൊട്ടിക്ക് വായിക്ക. എല്ലാരും വന്ന് നിൽപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്, കത്ത് നോക്കുമ്പോൾ മഹാനാകുന്ന ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത സഹാബി വര്യനാണ് എഴുതിയിട്ടുള്ള കത്താണ്. അദ്ദേഹം കത്തിനുള്ളിൽ മക്കക്കാരായ ആളുകളിലേക്ക് മദീനയിലുള്ള പ്രവാചകന്റെ ചില രഹസ്യവിവരങ്ങൾ കൂടി എഴുതി ആ കത്തിനുള്ളിൽ അടക്കം ചെയ്തിട്ടാണ് ഈ പെണ്ണിന്റെ കൈവശം കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ചാരപ്പണിയാണ് നടത്തിയിട്ടുള്ളത്. തലപോകുന്ന കേസാണ്. കാരണം മദീനയിലെ രഹസ്യമായ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കടത്തിവിട്ടേക്കാ. വിട്ടതാരാ? ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു, സ്വഹാബിയാണ്. അതും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.
കേസ് വലിയ വിഷയമായി. വിവരം അറിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ സദസ്സിൽ വന്നെത്തി. സ്വഹാബത്തുണ്ട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്, സ്വഹാബത്തുൽ പ്രമുഖരായ മഹൽ വ്യക്തിത്വങ്ങളുണ്ട്, മഹാനാകുന്ന അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ മഹത്തുക്കളുമുണ്ട്. അപ്പോഴാണ് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് ഹാദിറാക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിടിച്ച വാളുമായിട്ട് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, അവനെ എനിക്ക് വിട്ടുതരുമോ നബിയേ? ദഉഹു അദ്രിബു ഉനുഖഹു യാ റസൂലല്ലാഹ്. തങ്ങളെ കുറിച്ചുള്ള രഹസ്യവിവരങ്ങൾ മുഴുവനും മക്കക്കാർക്ക്, മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് കൈമാറുന്ന ഈ മുനാഫിക്കിന്റെ അടുത്ത് ഞാനങ്ങ് വെട്ടട്ടെ റസൂലേ. അദ്രിബു ഹാദൽ മുനാഫിഖ് യാ റസൂലല്ലാഹ്. ഈമാനില്ലാത്ത പ്രവണതയല്ലേ ഇവൻ ചെയ്തത്? മുനാഫിക്കിന്റെ ലക്ഷണമല്ലേ ഇത്? പ്രവാചകന്നതാകുന്ന രഹസ്യവിവരങ്ങൾ മക്കക്കാർക്ക് കൈമാറുകയല്ലേ? ഇതങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഉരുപ്പിടിച്ച് വാളമായി രംഗപ്രവേശനം ചെയ്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ചെയ്യരുത് ഉമറേ. ആരാണ് ഈ നിൽക്കുന്നതെന്നറിയോ? ഇത് ഹാത്തിമാണ്, ഹാത്തിമാണ്. അദ്ദേഹം ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ബദറിൽ പങ്കെടുത്ത വ്യക്തിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, ഉമറേ നിനക്കറിയില്ലേ? ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫറല്ലാഹു ലക്കും. നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളണേ, നിങ്ങൾക്ക് ഞാൻ സർവ്വതും പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു തന്നെ പറഞ്ഞതാണ്. അസ്ഹാബിൽ പങ്കെടുത്തതാകുന്ന ബദറിൽ പങ്കെടുത്ത ഫസ്റ്റ് ക്ലാസ് മുസ്ലിമായ ഈ ഹാത്തിമിന്റെ മേൽ കൈവെക്കാറ് എങ്ങനെയാണ് ഉമറേ നിനക്ക് മനസ്സ് വന്നത്? ആറ് നിനക്ക് ഉമറേ എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൈക്ക് പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി മാറ്റിയെങ്കിൽ അസ്ഹാബുൽ ബദറിൽ പങ്കെടുത്തതാകുന്ന സ്വഹാബത്തിന്റെ മഹത്വം എത്ര വലുതാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. ബദരീങ്ങളെ കുറിച്ച് സ്മരിക്കാൻ ഇതിനേക്കാൾ വലിയ ചർച്ചയില്ല, ഇതിനേക്കാൾ മഹത്തരമാകുന്ന ഒരു ചർച്ചയില്ല, ഇതിനേക്കാൾ മഹത്തരമാകുന്ന ഒരു ചരിത്രമില്ല. കാരണം ലോക മനുഷ്യരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ എന്തും ചെയ്തു നിങ്ങൾക്ക് ഞാൻ പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു ഭാഗമാണ്. സഹാബിൽ ബദരീകളാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ അവർ എന്തെല്ലാം ചെയ്താലും അവർക്ക് പുറത്തു കൊടുക്കാൻ അല്ലാഹു തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഹാത്തിം ഇബ്നു അബീ ബൽതഅയെ കുറിച്ച് നീ ഒന്നും പറയണ്ട ഉമറേ. കാരണം അദ്ദേഹം ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മൾ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ഹാത്തിമിനോട് ചോദിച്ചു, എന്താ ഹാത്തിം അങ്ങനെ ചെയ്തത്? അപ്പൊ ഹാത്തിം ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ ഒരിക്കലും ഒരു മുനാഫിക്കോ കപട വിശ്വാസിയല്ല. വിഷയം പറഞ്ഞു കൊടുത്തു. വിഷയം ചോദിക്കണം. നിങ്ങളെല്ലാവരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. നിങ്ങൾക്കൊക്കെ അവിടെ കുടുംബവും ആൾക്കാരും ഒക്കെ ഉണ്ട്. എനിക്ക് അവിടെ കുടുംബമുണ്ട്, പക്ഷെ എനിക്ക് ആൾക്കാരും ബന്ധുതകളൊന്നും ഇല്ല. അപ്പൊ എന്റെ കുടുംബക്കാർക്ക് ഒരു സംരക്ഷണം കിട്ടാൻ ഞാൻ ഇവിടുന്ന് ഈ കത്തിങ്ങനെ ഈ പെണ്ണിന്റെ ഈ കൊടുത്തു വിടുമ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയും, അത് ഹാത്തിമിന്റെ സംഭവങ്ങളും അവന്റെ കുടുംബക്കാരും ഒക്കെ അവരെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് അവർക്കിടയിൽ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ഹിക്മത്ത് ചെയ്തതാ. അത് ഇത്ര വലിയ അപകടം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അല്ലാതെ ഒരിക്കലും എന്റെ മനസ്സിൽ തങ്ങളോട് ഒരു വെറുപ്പോ വിദ്വേഷമോ ഒരു ഈമാനിന്റെ അല്പം പോലും എനിക്ക് ലാഞ്ചനം മാറിയിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നില്ലേ? നിനക്കറിയില്ലേ? ഫലഅല്ലല്ലാഹു ഖദ് ഇത്തല അലാ അഹ്ലി ബദരി യഅമലൂ മാ ശിഅ്തും ഫഖദ് ഗഫറല്ലാഹു. അല്ലാഹു പറഞ്ഞത് എന്താ? നിങ്ങൾ എന്തും ചെയ്തോ, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുമെന്ന് ലോകത്ത് ഒരേ ഒരു കൂട്ടരോടാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അത് അസ്ഹാബുൽ ബദരീങ്ങളാണ്. ബദറിൽ പങ്കെടുത്ത മഹത്തുക്കളാണ്. അവർക്കുള്ള സ്ഥാനം പോലെ മുഅ്മിനീങ്ങൾക്ക് മറ്റാർക്കുമില്ല. അവരുടെ ക്യാപ്റ്റനാണ് ആര്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വഫഖലൈനി വൽ ഫരീഖൈനി
من عرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അവരുടെ ക്യാപ്റ്റനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പ്രവാചകർ ഉൾപ്പെടെയുള്ള അസ്ഹാബുൽ ബദരീങ്ങളുടെ നീരസം വെക്കരുത്. അത് ഈമാൻ തെറ്റിപ്പോകുന്ന കാര്യമാണ്. ഇന്നും വിദേഹത്തുകാർക്ക് ബദരീങ്ങൾ അനുസരണം നിൽക്കുമ്പോൾ എപ്രാളാണ്. കാരണം എന്താ? ഈമാൻ തെറ്റിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അല്ലാഹു മലക്കാക്കട്ടെ. എല്ലാ ദിവസവും ബദരിയത്ത് ഓതിയാൽ അവരുടെ തണലുണ്ടാകും, അവരുടെ പൊരുത്തമുണ്ടാകും, അവരുടെ ഹിഫ്ള് ഉണ്ടാകും, ഹിമായത്ത് ഉണ്ടാകും. നല്ല ദിവസത്തിലെ മരിക്കും. ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുനാ തഅലവ ഉസ്താദ് എന്റെ ഉമ്മയുടെ ഉപ്പയാണ്. അവരിൽ നിന്ന് ാകുന്ന സഹാബുൽ ബദരീങ്ങളുടെ ഇജാസത്ത് ഉസ്താദാകുന്ന അഹമ്മദ് കോയ മൗലവി പ്രായം ചെന്ന മനുഷ്യൻ അദ്ദേഹം അത് വാങ്ങി എല്ലാ ദിവസവും ചൊല്ലും. സഹാബുൽ ബദരീങ്ങൾ ചൊല്ലും, ബദരീയത്തിന്റെ ഇജാസത്തും കൊടുക്കും, ബദരീയത്ത് സ്ഥാപിക്കും. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. 19ാമത്തെ വയസ്സിൽ തഴവ എന്ന് പറയുന്നതാകുന്ന കുഗ്രാമത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ആ പള്ളിയിലെ ഖതീബായി നിശ്ചയിക്കാൻ, നീ ഇവിടുത്തെ ഹുതുബ ഓതി പള്ളിയിൽ ഇമാമത്ത് നിർവഹിച്ചു നിന്നോ, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരെ നിർത്തി. 10-60 കൊല്ലം ആ പള്ളിക്ക് അദ്ദേഹം സേവനം ചെയ്തു. വേറെ ഒരു പള്ളിയിലും പോയിട്ടില്ല. ബഹുമാനപ്പെട്ട തഅലവ ഉസ്താദ് വാത് കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ കിതാബ് വായിക്കാൻ പറയും. ഹർഫുകളില്ലാത്ത ഇറാബില്ലാത്ത കിതാബ് അദ്ദേഹം വായിക്കും. അദ്ദേഹം ഇങ്ങനെ അർത്ഥം വെച്ചു കൊടുക്കുന്ന തഅലവ ഉസ്താദ് അറിവുകളുടെ വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകൾ അങ്ങനെ പഠിച്ചു തീർത്തു. ഖുർആൻ പഠിച്ചു, തഫ്സീർ പഠിച്ചു, ഹദീസ് പഠിച്ചു, നിദാന ശാസ്ത്രങ്ങൾ പഠിച്ചു, തർക്കശാസ്ത്രം പഠിച്ചു, എല്ലാം പഠിച്ചു കൃത്യമായി ആ പള്ളിയിൽ സേവനം ചെയ്തു. സദർ ഉസ്താദ് എന്ന നാമധേയത്തിൽ ആ നാട്ടുകാർക്കുള്ളിൽ സുപ്രസിദ്ധനായി. സഹോദരങ്ങളെ, അവസാനം ബദരിയത്ത് ഓതി 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 ബദരീങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് അദ്ദേഹം വഫാത്താകുന്നത്, ഈ സദർ ഉസ്താദ് മരിക്കുന്നത് പരിശുദ്ധമായ റമളാനിന്റെ 17ാം രാവിൽ ആ തറാവീഹ് നമസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ സലാം വിട്ടുന്ന സമയത്ത് അനൗൺസ്മെന്റ് വരികയാണ്, ബഹുമാനപ്പെട്ടവർ വഫാത്തായി. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആണ് മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ എന്തിനോട് ഇഷ്ടപ്പെട്ടാൽ അങ്ങനെയാണ് തീരുക. അൽ മർഉ മഅമൻ അഹബ്ബ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരെയാണോ ഇഷ്ടം വെക്കുന്നത് അവരോടൊപ്പം എത്തിച്ചേരും. നമ്മുടെ മക്കൾ ആരെയാണ് ഇഷ്ടം വെക്കുന്നത് എന്ന് ചിന്തിക്കും. സിനിമാക്കാരെയാണോ, ഫുട്ബോൾ പ്രേമികളെയാണോ, ക്രിക്കറ്റ് താരങ്ങളെയാണോ? നിന്റെ ഇഷ്ടം തൊപ്പിയാണ് എങ്കിൽ ഏത് തൊപ്പി? പള്ളിക്കകത്ത് തൊപ്പി വെച്ച് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന തൊപ്പിയുടെ കഥയല്ല ഈ പറയുന്നത്. രാത്രി മുഴുവനും ആലിമീങ്ങളെയും ഉലമാക്കളെയും പണ്ഡിതന്മാരെയും മഹത്തുക്കളെയും ഒക്കെ റോസ്റ്റ് ചെയ്തിട്ട് അതിലൂടെ ലൈവ് സ്ട്രീമിംഗ് നടത്തിയിട്ട് കോടികൾ പൊട്ടിക്കുന്നതാകുന്ന തൊപ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഒരു കടയുദ്ഘാടനത്തിന് വേണ്ടി ആ ചെറുപ്പക്കാരൻ വന്നപ്പോ ഒരുമിച്ച് കൂടിയ 10,000-കണക്കിന് ചെറുപ്പക്കാരായ ആളുകളിൽ മുസ്ലിം സഹോദരങ്ങളും 17 മുതൽ 25 വയസ്സുള്ളതാകുന്ന സഹോദരിമാരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ സമുദായത്തിന്റെ പോക്കി അങ്ങോട്ടാണ്. ആ വന്നതിൽ ഭൂരിഭാഗവും മുസ്ലിം കുട്ടികളാണ് എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി? രാവിലെ മുതൽ വൈകിട്ട് വരെ ലൈവ് ചെയ്തിട്ട് ആളുകളെ ചീത്ത വിളിക്കുക, വായിക്കാത്ത വരുന്ന മുഴുവൻ ചീത്ത വർത്തമാനങ്ങൾ, അശ്ലീലതകൾ. ഈ അശ്ലീല ചുവയുള്ളതാകുന്ന ചെറുപ്പക്കാരന്റെ പിറകിലേക്കാണ് ഇന്നത്തെ തലമുറയുടെ പോക്ക് എന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മമാര് അറിയണം. നാളെ അവനോടൊപ്പമായിരിക്കും എത്തിച്ചേരുക. അവൻ എവിടെ പോകുന്നു അവിടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ഈ മഹത്തുക്കളാകുന്ന സഹാബുൽ ബദരീങ്ങളെ സ്നേഹം വെച്ചോ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഈ മഹല്ലത്തിലെ ഓരോ പ്രിയപ്പെട്ട വിശ്വാസികൾ തയ്യാറായി. എല്ലാ അശ്ലീലതകളും മാറ്റി ഹിജറ വർഷം 1447 ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇതുവരെ ചെയ്തിട്ടുള്ള, ഇതുവരെ നിന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. അതിനെ മാപ്പിരുന്ന് നല്ല ഒരു തൗബ ചെയ്ത് നസുഹായ തൗബ, അതാണല്ലോ വേണ്ടത്. നസുഹായ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? 4 ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് ആ തൗബയാകുക. ഉത്തുലുബ മതാബൻ ബിന്നദാമതി മുഖലിആ വബിഅസ്മി തർകി ദംബി ഫീമാ ഇസ്തഖബലാ وبراءة من كل حق الآدمي ولهذه الأركان فرعا وكملا.
4 കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് നസൂഹായ തൗബയാവുക. നമ്മളൊക്കെ തൗബ ചെയ്യുന്നുണ്ട്, പടച്ചവനെ പുറത്തു വരണേ, അസ്തഗ്ഫിറുല്ലാഹി 100 പോരാ സഹോദര. പൂർണ്ണമായ തൗബയാകണമെങ്കിൽ ഈ ഒരു പുതുവർഷത്തിലേക്ക് കടന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ നല്ല ഒരു തൗബ ചെയ്തുകൊണ്ട് കടന്നില്ല. എങ്ങനെയാ തൗബ? ചെയ്തു പോയിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ഓർത്തുകൊണ്ട് ദുഃഖഭാരത്തോടുകൂടി ആയിരിക്കണം നിന്റെ മനസ്സ് തളം കെട്ടേണ്ടത്. നല്ല ദുഃഖം ഉണ്ടാവണം. ഒന്നാമത്തെ നിബന്ധന അതാണ്. 2, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ പാടെ ഒഴിവാക്കണം. 3, ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവണം. 4, ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ അവരെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയതാണെങ്കിൽ അവരെ കണ്ട് പൊരുത്തപ്പെടിച്ച്, അവരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണെങ്കിൽ ക്രയവിക്രയങ്ങൾക്ക് കൃത്യമായി സാമ്പത്തികം കൊടുത്തുകൂട്ടിക്കൊണ്ട് പൊരുത്തപ്പെടിച്ച് നല്ല ജീവിതം നയിച്ചുകൊണ്ടുള്ള തൗബ.